ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ഐക്യ വരെ ഒന്ന് പോയാലോ? ഇവിടെ ഞങ്ങളുടെ ലൊക്കേഷനിൽ ഒരു 1.5 മണിക്കൂർ ഉണ്ടാവും കേട്ടോ അങ്ങോട്ട്. ബാക്കി വിശേഷം പോണ വഴിക്ക് പറയാം. ഈ ഒരു കാര്യത്തിൽ മാത്രം നമ്മുടെ നാടും ഇവിടെ ഒരുപോലെയാണ്. എവിടെ ഒരു ബെഞ്ച് കണ്ടാലും ഫുൾ കുത്തി കുറിച്ച് വരച്ചിട്ടോളൂ. ഇന്ന് സൂര്യനെ കാണാൻ കിട്ടിയ ദിവസമായതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ഉഷാറുണ്ട് കേട്ടോ. നമുക്കൊന്ന് പുറത്തിറങ്ങാനും ഒന്ന് ട്രാവൽ ചെയ്യാനും ഒക്കെ. അല്ലെങ്കിൽ എന്നും മൂടിക്കെട്ടിയൊരു കാലാവസ്ഥയായിരിക്കും, നമുക്ക് ഒന്നിനും തോന്നില്ല. ആകെ ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു മൂഡായിരിക്കും നമുക്ക് ഹോൾ ഡേ. നമ്മളങ്ങനെ ഫസ്റ്റ് ബസ് കയറി ഇവിടെ ഹൂഫ് ഡോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ട്രെയിൻ അല്ല, സ്പ്രിൻറ്റർ, അതാണ് ഇവിടുത്തെ ട്രെയിൻ പോലുള്ള സംഭവം. അത് പിടിച്ചിട്ട് നമ്മൾ ആംസ്റ്റർഡാം സെൻറ്ററിൽ പോകണം. അവിടെ നിന്നാണ് ബാക്കി യാത്ര. ന്യൂ ഇയർ ഒക്കെ അല്ലേ, നാളെ തൊട്ട് ജിമ്മിന് പോയാലോ എന്ന് രണ്ടാൾക്കൊരു ആലോചന ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി രണ്ടാൾക്കൊരു ജിം വെയർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആംസ്റ്റർഡാം സെൻറ്ററിൽ ആദ്യം പോകണേ കേട്ടോ. ഇവിടെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്, എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ആംസ്റ്റർഡാം സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പ്രൈമാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ട്രെൻഡ്സിനൊക്കെ വെച്ച് അതുപോലെയൊക്കെ കമ്പയർ ചെയ്യുക, കുറച്ച് റീസണബിളായിട്ട് ഡ്രസ്സസൊക്കെ എടുക്കാൻ പറ്റിയൊരു ഷോപ്പ്. അത്യാവശ്യം ഒരു നോർമൽ റേറ്റിലൊക്കെ നമുക്ക് കിട്ടും. ഇവിടെ കാണുന്ന ഈ കുറച്ച് ടീഷർട്ട്സൊക്കെ ഒരു ജിം വെയറൊക്കെ ഫോർ എക്സാമ്പിൾ ഇതൊക്കെ ഒരു 5 യൂറോ അല്ലെങ്കിൽ 6 യൂറോ റേഞ്ചിലൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ ഒരു 3 മണിക്കൂർ നിന്ന് തിരഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു 1-2 ടീഷർട്ട് എടുത്തിട്ടുണ്ട്. വിശന്ന് കണ്ണ് കാണാണ്ടായപ്പോൾ തൊട്ടടുത്തുള്ള KFC കയറിയതാ ഒരു ചെറിയ ബക്കറ്റ് ചിക്കൻ മേടിച്ചു. നമ്മുടെ ഐക്യക്കുള്ള യാത്ര ശരിക്കും തുടങ്ങാൻ പോകുന്നത്. ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാത്ത ഹോണടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ വരുന്ന ട്രാമിൻ്റെ ഹോണടിയാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ വളരെ ലളിതമായി ഹോണടിച്ചു പോകുന്നൊരു വാഹനമാണത്. ഒരുപാട് നടക്കുന്നുണ്ട്, പക്ഷേ നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഒട്ടും ക്ഷീണമൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ നല്ല സൺലൈറ്റ് ഉണ്ട്, നല്ല തണുപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഐക്യയിലെത്തി. ഇവരെ ഈ എൻട്രൻസ് തൊട്ട് തന്നെ ഒരു വീട്ടിലോട്ട് ആവശ്യമുള്ള എല്ലാവിധ സാധനങ്ങളും ഇവരിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയ എൻ്റെ അവസ്ഥ ആകെ CID മൂസയിൽ ബിന്ദു പണിക്കർ കള്ളൻ്റെ വീട്ടിൽ പോണ അവസ്ഥയാണ് കേട്ടോ. എന്തെടുക്കണ്ടേ, ഏതെടുക്കണ്ടേ, എവിടെ നിന്ന് എടുക്കണ്ടേന്നാവും. പക്ഷേ നമ്മൾ കാശും കൂടി നോക്കി വരുമ്പോൾ അധികം ഒന്നും എടുക്കാറുമില്ല. ഈ കാണുന്ന ഒന്നും ഒറിജിനൽ അല്ല കേട്ടോ, ജസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ഇതിന് അറൗണ്ട് 2.99 യൂറോസാണ് വരുന്നത്. അതിനുള്ളതൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇങ്ങനെ കുറേ ടോയ്സ് ഉണ്ട്, ഇതിനും ഈ 2.99 ആ ഒരു റേഞ്ച്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു പെർഫ്യൂംഡ് കാൻഡിൽ ഉണ്ടല്ലോ, ഇതൊരു 2 മേടിച്ചു. ഇത് ഒരു 0.99 1 യൂറോയുടെ അടുത്തേ വരുന്നുള്ളൂ. അത് 2 എടുത്തു ഞാൻ. ഈ കാണുന്ന പാത്രം മേടിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ, മേടിച്ചില്ല. ഓവനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സെറാമിക്കിൻ്റെ ട്രേസാണ് ഇതൊക്കെ. കേക്ക് ബേക്ക് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓവനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാനും ഇതുപോലത്തെ ഒരു 2 എടുത്തു കേട്ടോ. എന്തിനാണെന്നറിയില്ല, എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നാലോ. കാണാൻ എന്തായാലും നല്ല ഭംഗിയുണ്ട് അതല്ല. ഞാൻ മേടിച്ചതിന് ഏകദേശം ഒരു 3.99 യൂറോസേ വരുന്നുള്ളൂ. ഇതൊരെണ്ണം ഞാൻ മേടിച്ചതാണ്. ഇതിനൊരു 3 or 4 യൂറോ അത്രയൊക്കെ വരുന്നുള്ളൂ. ഒന്നും മേടിച്ചില്ലെങ്കിലും ഇങ്ങനെ വിൻഡോ ഷോപ്പിംഗ് എന്നൊക്കെ പറയുമല്ലോ, നടന്ന് കാണാൻ നല്ല ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ടോയ്സ് വെച്ചിട്ടുണ്ടേ. കിഡ് സെഷൻ ഇവിടെ എവിടെയോ ആണ്, ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു സെറ്റ് ഓഫ് 5 ടിൻസ് ആണ്. അത്യാവശ്യം വിലയുണ്ട്, എത്രയോ 14 യൂറോ എങ്ങാണ്ടും ഉണ്ട് തോന്നുന്നു. അതെടുക്കാൻ പറ്റിയില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അത്രയും വില കൊടുത്ത് എടുക്കേണ്ട ഒരു ആവശ്യം തോന്നി. വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് നോക്കിയിട്ടുള്ള നടപ്പാണിത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പില്ലോസ്, അതുപോലെ തന്നെ കുഷ്യൻ കവേഴ്സ് അതൊക്കെ കാണാം. ഇതെല്ലാം അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല റേറ്റും ഉണ്ട്. അത്യാവശ്യം കാശ് മുടക്കിയിട്ട് സാധനങ്ങൾ എടുക്കാൻ പോകുന്നവരാണെങ്കിൽ ഈ ഐക്യ നന്നായിട്ട് ഉപകാരപ്പെടും. വരയ്ക്കാൻ പറ്റിയൊരു സാധനമാണ്. നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഹോം ഇൻറ്റീരിയർ മീൻസ് അവർ ഒരു 1 BHK അല്ലെങ്കിൽ 2 BHK മോഡലിൽ ശരിക്കും ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതെവിടെയെന്ന് അറിയില്ല, നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ നല്ല അടിപൊളി ഫ്ലവർ വേസും അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ ആർട്ടിഫിഷ്യലാണ് ഇതെല്ലാം ഉള്ളൊരു സ്ഥലമാണ്. ഇത് എല്ലാം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. 4.99 ഒക്കെയാണ് ഈ ഒരു ഫ്ലവറിന്. 4 or 3.99 ഒക്കെയാണ് കേട്ടോ. നമ്മൾ ഇന്ത്യൻസിൻ്റെ ഒരു പ്രധാന പ്രശ്നം, നമ്മൾ ഈ കാശൊക്കെ ആദ്യം നമ്മൾ ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്യും. സോ നമുക്കൊന്നും മേടിക്കാൻ തോന്നില്ല. നാട്ടിലൊരു 200 രൂപയുടെ സാധനമാണ്. ശരിക്കും നമ്മൾ നാട്ടിൽ ചൂലുണ്ടാവുമല്ലോ, അതിൽ പച്ച അടിച്ച് വെച്ച പോലത്തെ സാധനം. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നാട്ടിൽ പച്ച അടിച്ച് വെച്ചിട്ടില്ല, നാട്ടിൽ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
പച്ച കളർ ചൂടുണ്ടാക്കിയോട്ടെ. ഒരാളെ ക്ഷീണിച്ചിരിക്കണം. സുഖം ഉണ്ടോന്നൊന്ന് ചാരിയിരിക്കും നോക്കട്ടെ. ഇനി ഞാൻ കുറച്ച് മുന്നേ ഹോം ഇൻറ്റീരിയർ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് പറഞ്ഞില്ലേ, ആ സ്ഥലങ്ങളാണ് ഇനിയുള്ളത്. ഒരു ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ ആ ഒരു ഏരിയ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഡെമോ ആണിത്. നമ്മളൊരു ഫ്ലാറ്റൊക്കെ മേടിച്ചിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു വീട് വെക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് നോക്കിയാൽ ശരിക്കും നമുക്കൊരു ഐഡിയ കിട്ടും. രാവിലെ തൊട്ട് നടക്കാൻ തുടങ്ങിയുകൊണ്ട് ഏത് സെറ്റ് കണ്ടാലും സോഫ കണ്ടാലും ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും ഉള്ളത്. പണ്ടത്തെ പോലെയൊന്നും അല്ല, എണീക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇതാ വേറെ നല്ലൊരു കളർ കോമ്പിനേഷനിൽ ഒരു ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബെഡ്ഷീറ്റും റെഡ് കളർ വാളും, ഓപ്പോസിറ്റ് സൈഡിൽ 2 ഫോട്ടോസും 2 ഹാങ്കർ ഡ്രസ്സസൊക്കെ. ഇതുപോലെയൊക്കെ ഞങ്ങളുടെ വീട് ഇതുപോലൊന്നും അല്ല. നമ്മൾ ഈ ഓപ്പോസിറ്റ് ഇങ്ങനെ ഹാങ്ങറിലൊക്കെ ഡ്രസ്സ് തൂക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി ഉണ്ടാവുമോ എന്നറിയില്ല. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എനിക്കിവിടെ വന്ന് ഇഷ്ടപ്പെട്ട ഏറ്റവും ഭംഗിയുള്ളൊരു ബെഡ്റൂമിൻ്റെ ഡിസൈനാണ്, ഒരു ഇൻറ്റീരിയർ ഡിസൈനാണിത്. ഇതാണ് ഗൈസ് എൻ്റെ സ്വപ്നത്തിലെ ആ ബെഡ്റൂം. വളരെ സൂപ്പറായിട്ടുണ്ടത്. ഇത് മറ്റൊരു ഡൈനിങ് ഏരിയയുടെയും ഒരു 1 BHKയുടെ ഇൻറ്റീരിയർ ഡിസൈനാണ്. ഒരു വീട് വയ്ക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും അടുത്ത ലൈക്ക് വരെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിക്കോളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.